അത് എന്തുകൊണ്ടെന്ന് ഈ സിനിമ പോയി കണ്ടാൽ മനസ്സിലാവും. പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങോട്ടും തരാറുണ്ട്, അതുകൊണ്ട് കൊടുത്തു വിടുന്നു. അവിടെ ഞാൻ കൊടുക്കണമെന്നില്ല, പുള്ളിയുടെ ലൂസിഫർ കാണാത്ത ആളുകൾക്ക് എമ്പുരാൻ കാണാൻ സാധിക്കുമോ? ലൂസിഫറിന്റെ ഒരു കണ്ടിന്യൂറ്റി ആണോ, എങ്ങനെയാണ്? ലൂസിഫർ കാണാത്ത ആളുകളോട് എന്താണ് രാജു പറയാനുള്ളത്? ഫ്രാൻസിൽ ഷൂട്ട് ചെയ്യണം, റഷ്യയിൽ ഷൂട്ട് ചെയ്യണം എന്ന് പറയാൻ നേരത്ത് ക്രെഡിറ്റ് കാർഡ് കൊടുത്ത് പ്രത്യേക ഇല്ലെങ്കിൽ 24 hours തന്നെ വിസ എടുത്ത് പ്രത്യേകം അങ്ങോട്ട് പറഞ്ഞു വിടാനും പിന്നീട് ക്രെഡിറ്റ് കാർഡ് കൊടുക്കാനും ഒക്കെ അത്രയും ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, പൃഥ്വിയോട് കോൺഫിഡൻസ് ഉണ്ടല്ലോ. അത് എന്തുകൊണ്ടാണ് ആ ഒരു കോൺഫിഡൻസ് തോന്നുന്നത്? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അത് എന്തുകൊണ്ടെന്ന് ഈ സിനിമ പോയി കണ്ടാൽ മനസ്സിലാവും. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ സിനിമ എടുത്ത് സക്സസ്ഫുൾ ആക്കിയാലേ അടുത്ത സിനിമ എടുക്കാൻ ക്രെഡിറ്റ് കാർഡൊക്കെ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങോട്ടും തരാറുണ്ട്, അതുകൊണ്ട് കൊടുത്തു വിടുന്നു. അവിടെ ഞാൻ കൊടുക്കണമെന്നില്ല, പുള്ളിയുടെ തന്നെ സ്വന്തം കാർഡ് എടുത്താലും ചെലവ് ചെയ്തോളൂ. ഞങ്ങൾക്ക് ഒരു ഫംഗ്ഷനും കൂടെ പോകാനുണ്ട്, ഒരു ഡ്രോൺ ഷോ ആണ്. അത് കണക്റ്റഡ് വിത്ത് ഡ്രഗ്സ്, നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അവിടെ എത്തേണ്ട ഒരു സമയം അതിക്രമിച്ചു. നിങ്ങളുടെയൊക്കെ സന്തോഷത്തോടെ Yes, thank you so much. പറഞ്ഞതുപോലെ മറ്റൊരു ഷോക്ക് അവർക്ക് പോകേണ്ടതുണ്ട്. So we are winding up. വളരെ അത്യാവശ്യമാണ്, ഭയങ്കര അത്യാവശ്യമാണ്. ലൂസിഫർ കാണാത്ത ആളുകൾക്ക് എമ്പുരാൻ കാണാൻ സാധിക്കുമോ? ലൂസിഫറിന്റെ ഒരു കണ്ടിന്യൂറ്റി ആണോ, എങ്ങനെയാണ്? ലൂസിഫർ കാണാത്ത ആളുകളോട് എന്താണ് രാജു പറയാനുള്ളത്? ഞാൻ ആക്ച്വലി പല പ്രാവശ്യം പല മാധ്യമങ്ങളിൽ ഞാൻ അഭിപ്രായപ്പെട്ടുള്ളതാണ്, ഈ ഫ്രാഞ്ചൈസിന്റെ ആദ്യ 2 ഭാഗങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് രണ്ടും സ്റ്റാൻഡ് അലോൺ സിനിമകളായും ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യണം എന്ന രീതിയിൽ തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ ലൂസിഫർ എന്ന ആദ്യ ഭാഗം കണ്ടിട്ട് ഇതിനൊരു സീക്വൽ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു 2ാം ഭാഗം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ അതൊരു സ്റ്റാൻഡ് അലോൺ സിനിമയായിട്ട് ഒരു കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ആണെന്നാണ് എന്റെ വിശ്വാസം. ഈ 2ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ആദ്യ ഭാഗം കണ്ടിട്ടില്ലാത്തവർക്ക് ഇതിലൊരു കഥ മനസ്സിലാവുകയോ അല്ലെങ്കിൽ പ്ലോട്ട് മനസ്സിലാവുകയോ ഉണ്ടാകില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇതൊരു സ്റ്റാൻഡ് അലോൺ സിനിമയായിട്ട് തീർച്ചയായിട്ടും ഇതൊരു ഫുള്ളി കോംപ്രിഹെൻസിബിൾ ഒരു സിനിമയാണെന്നാണ് എന്റെ നിഗമനം. ഓഫ്കോഴ്സ് തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ ചില ഡയലോഗുകൾ വരുമ്പോൾ ഈ ഡയലോഗ് എന്തിനാ കൈയടിക്കുന്നതൊക്കെ ആദ്യത്തെ ഭാഗം കാണാത്തവർ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. അതൊരു റീകോൾ വാല്യൂ, ത്രോ ബാക്ക് എന്നുള്ളതേ ഉള്ളൂ. എന്താണ് ഈ ചോദ്യം കഴിഞ്ഞിട്ട് ഞാൻ പോകട്ടെ. പണ്ട് പറഞ്ഞത് എനിക്ക് എന്റെ പിള്ളേരുണ്ടടാ എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇന്നിപ്പോ കഴിഞ്ഞ ഒരാഴ്ചയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ പിള്ളേരാണ് ഫുൾ പവറായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ആ ആരാധകരോട് ആരാധകരെ കുറിച്ച് നമുക്ക് പിള്ളേരുണ്ടെന്ന് വീണ്ടും പ്രൂവ് ചെയ്തിരിക്കുകയല്ലേ അല്ലേ? അവരോട് എന്താ പറയണ്ടേ? ഞാൻ തുടങ്ങിയത് തന്നെ വലിയൊരു നന്ദിയോടല്ലേ. ആ പിള്ളേരുടെ പിള്ളേരും നമ്മുടെ കൂടെ നിൽക്കട്ടെ.